വാലന്റൈൻസ് ഡേ ദിനായതുകൊണ്ട് രണ്ടാളും ഓരോ കരിക്ക് വെട്ടി കുടിക്കും. നമ്മളെ ഫസ്റ്റത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ടിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പാർക്കിലാണുള്ളത്. ഇപ്പോൾ രാവിലെ 7 മണി 7:30 ആ ടൈം ആയിട്ടുണ്ട്. എൻ്റെ മാപ്പിളക്ക് കുറച്ച് തടി കൂടിയുണ്ട്. തടി ഓർക്കേണ്ടിയിട്ട് പാർക്കിൽ വന്നതാ. കുറച്ച് തടി കൂടിയെന്ന് ഇവള് പറയുന്നത് വേറെ ആരും പറ്റില്ല. തടി കൂടിയിട്ടുണ്ട് ഗൈസ്. കല്യാണത്തിന് സമയമുള്ള പോലത്തെ ഒന്നും അല്ല ഇപ്പോൾ. ഫിറ്റ് ഒരു ഫിറ്റും ഇല്ല. ബാംഗ്ലൂർ നമ്മളെ റൂമിൻ്റെ അടുത്ത് കുറേ പാർക്ക് അടുപ്പിച്ചാണ്. ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വരുന്നവർ മാത്രമേ പാർക്കാണ്. പിന്നെ കുട്ടികളുടെ പാർക്കുണ്ട് അപ്പുറത്ത്. നല്ല രസം. ഇവിടെ രാത്രിക്കെല്ലാം വന്നിട്ട് ഇവിടുന്ന് ചെയ്യാണ്ടിട്ടുള്ള നല്ല രസമാണ് നടക്കാനുള്ള. ഇപ്പം മോർണിംഗ് ആയതുകൊണ്ട് അധികം ആളൊന്നുമില്ല. അത്ര കുറച്ച് ആളേ ഉള്ളൂ. രാത്രി സമയത്ത് ഒരു 6 മണിയുള്ള സമയത്താണ് നല്ല ആൾക്കാരുടെ വരിക. കുറേ പാർക്കുള്ളതുകൊണ്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ഇതാണ് ആക്ടിവിറ്റി ഏരിയ. ഞാനിപ്പോൾ ആക്ടിവിറ്റി ഏരിയയിലാട്ടുള്ളത്. വെറുതെ സൈക്കിളിന് മുകളിൽ കയറിയിട്ട് അങ്ങ് ചോട്ടിലായിരുന്നു. ഞാൻ വെറുതെ വന്നതല്ലേ. പാച്ചി നടക്കുന്നുണ്ട്. പാച്ചി ഒരു 10-15 റൗണ്ട് പാർക്കിന് ചുറ്റും നടന്നിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് വരുള്ളൂ. ഒരു റൗണ്ട് നടന്നപ്പോഴത്തേക്കും മടുത്തുപോയാ? മടുത്തുപോയാ? ഒരു റൗണ്ട് ഓടിയപ്പോഴത്തേക്കും എടുത്തിട്ടോക്ക്. ഒരു റൗണ്ട് ഓടിയപ്പോഴത്തേക്കും മടുത്തുപോയാ? മടുത്തുപോയിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ മെല്ലെ നമ്മൾ ആദ്യം തുടങ്ങുന്നല്ല. അപ്പോൾ ഫയറാക്കിട്ട് കാര്യമില്ല. 2 ദിവസം ഇങ്ങനെ തന്നെയായിരുന്നു. 2 ദിവസം ഒരു റൗണ്ട് ഓടിയിട്ട് പിന്നെ നിർത്തലേനു. പാച്ചാൽ ഉഷാർ ചെയ്യ്. ആ ഏട്ടൻ നോക്കിയാ വയസ്സായ ആൾ ഇത്ര ഉഷാർ ചെയ്യുന്നുണ്ട്. അയാൾക്കിന്നെ മലയാളം മനസ്സിലാത്തോണ്ട് കുഴപ്പമില്ല. അതെന്തിനാ ഇപ്പുറത്ത് നിക്കറ? അവിടെ വെയിലാണ്. ഇതൊന്ന് 2 മിനിറ്റ് എന്തെങ്കിലും ചെയ്തിട്ട് അപ്പാടങ്ങ് പറയാ. വെയിലില്ലാത്തടത്തേക്ക് ഇത് വെറും മടിയാണ്. നല്ലോണം പൊക്കണം. അന്ന് ഉപ്പാക്കി അല്ല ഫുള്ളാവും. ഇതൊന്നും നമ്മളെ കൊണ്ട് അത് ചെയ്തോ? അല്ല ഇത് ഈസി അല്ലേ? അല്ല അത് ബോഡി വെയിറ്റ് മൊത്തം പോക്കുന്നതല്ലേ. ഒരു റൗണ്ട് നടന്നപ്പോഴത്തേക്കും തളർന്നു പോയി. ഒരു റൗണ്ട് ഒന്നല്ല, ഞാനിപ്പോ ഒരു ഒറ്റ റൗണ്ടേ നടന്നിട്ടുള്ളൂ. സ്റ്റാർട്ടിങ് നമ്മൾ അങ്ങനെ നടക്കാം. കുറേ നടക്കരുത്, കുറച്ച്. ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരുന്നു. പാച്ച് നടക്കുന്നുണ്ട്. പാച്ച് നടക്കാൻ തുടങ്ങി. 4-5 റൗണ്ടായി തോന്നുന്നു. അവിടെ നിറച്ചു ആളായതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ കുറേ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാക്കിയിട്ട് ചെയ്യുന്ന സ്ഥലം. ഒന്നൂടെ തുടങ്ങാം ഒരു കിളിക്കൂട്. പക്ഷെ ഇതിങ്ങനെ അവർ ചെയ്തു വെച്ച പോലെ ഉണ്ട്. എനിക്ക് കിളിയുണ്ടോന്നും അറിയില്ല. കുറച്ച് ഹൈറ്റിലാണ്.
ഇതിലൊന്നുമില്ല ഗൈസ് ആളെ പറ്റിക്കാൻ. പോയാ ഇപ്പൊ അവിടെ അണ്ണാൻ കുഞ്ഞു കണ്ണു അപ്പത്തേക്ക് അത് പോയി പോയി. ബാംഗ്ലൂരുള്ള ഗുണങ്ങൾ ഇതല്ല. രാവിലെ എണീച്ചാൽ നമുക്ക് ഇതേപോലെ നടക്കാനെല്ലാം പറ്റാനുള്ള സൗകര്യങ്ങളുണ്ട്. പാർക്ക് കാര്യങ്ങൾ, അത്യാവശ്യം നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സും എല്ലാം ഇവിടെ ഉണ്ടാവും. അതന്നെ ഏറ്റവും വലിയ ഹൈറാണ്. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ 3 പാർക്കായിട്ടുണ്ടല്ലേ? 3 പാർക്കുണ്ട്. ഒന്ന് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ വലിയ ആക്കിയതിനെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും. അതിനൊരു വലിയ ഉപകാരം. അതുകൊണ്ട് ഈ വെറുതെ ഇരിക്കുന്ന സമയത്തിൽ നമുക്കിങ്ങനെ ഇവിടെ വരാം, റിലാക്സ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ് കഴിച്ച് ഞാൻ തിരിച്ചു വന്നു. കഴിയുന്നില്ല, ഒരുപാട് നടന്നു. എത്ര റൗണ്ട് നടന്നേ? എണ്ണീട്ടില്ല, എന്തായാലും ഒരു 10-20 ഉണ്ട് ഞങ്ങൾക്ക് തോന്നുന്നു. കുറേ നടന്നിനി. ഇനിയിപ്പം നാളെ നമുക്കൊരു ഇളനീർ കുടിക്കാം ഗൈസ്. എനിക്കില്ല, അനക്ക് വേണം. അനക്കാരാണ്ട് ഇപ്പൊ കുടിക്കണം. വിറ്റാമിൻ ABCD. നമ്മളെ വാലന്റൈൻസ് ഡേ ദിനായതുകൊണ്ട് രണ്ടാളും ഓരോ കരിക്ക് വെട്ടി കുടിക്കും. വെറുതെ ഇരുന്ന് എനിക്കും നടന്ന് ക്ഷീണിച്ച പാച്ചിക്കാം. എനിക്കിനിയില്ല, ഇന്ന് ലാസ്റ്റ് ആട്ടാ. അല്ലെ പിന്നെ ഇനി നാളെ മുതൽ വരൂലല്ലോ, മേടിച്ചെന്നില്ലെങ്കിൽ. നാളെയും കൂടി വരും. മറ്റന്നാളെ വരുകയും ചെയ്യില്ല. മറ്റന്നാൾ നമ്മളെ ഫസ്റ്റത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ടിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.